നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തി ബി.ജെ.പി. സർക്കാർ മാസായി നിൽക്കുകയാണ്. പക്ഷേ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കാരണമായത് വൻ സുരക്ഷാ വീഴ്ചയാണെന്നുള്ള അതിശക്തമായ ആരോപണങ്ങളും അതിനുശേഷം ബി.ജെ.പി. മന്ത്രിമാരും നേതാക്കന്മാരും പലകുറി നടത്തിയ തോന്നിയ പോലെയുള്ള പരാമർശങ്ങളും നേതൃത്വത്തിനെ ആകെ നാണക്കേടിലാക്കിയിട്ടുണ്ട്. പഹൽഗാമിൽ ആക്രമണം നടന്നത് അറിഞ്ഞ ഉടനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം റദ്ദാക്കി നേരെ പോയത് ബീഹാറിലേക്കാണ്. രാജ്യത്തിന്റെ അതീവ ദുഃഖാവസ്ഥയിൽ പ്രധാനമന്ത്രി അപലപിച്ചതുപോലും ബീഹാറിലെ പ്രചരണ റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ്. ഇതൊക്കെ വലിയ രാഷ്ട്രീയ വിമർശനത്തിന് കാരണമായി എന്ന് വേണം പറയാൻ. എങ്കിൽ പിന്നെ പോയ പേരൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കണം. അതിനുവേണ്ടി ബി.ജെ.പി. നേതൃത്വം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ബി.ജെ.പിക്ക് ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല എന്ന് വേണം പറയാൻ. കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല മോദിക്കെതിരെയുള്ള പടയൊരുക്കം. എന്നാലും അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്നതുപോലെ രാഹുലിനാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും അല്ലല്ലോ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടൊന്നും കുറയാതെ ഒരെണ്ണമെങ്കിലും കൂടുതൽ പിടിച്ച് അധികാരം ഉറപ്പിച്ചില്ല എങ്കിൽ അത് വലിയ നാണക്കേടാണ്. അതിനുള്ള പടയൊരുക്കത്തിന് ചുക്കാൻ പിടിക്കാൻ മോദി തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നേതാക്കന്മാരൊക്കെ വാപൂട്ടിക്കോ, അനാവശ്യ പരാമർശങ്ങൾ നിർത്തിക്കോ എന്ന് പറഞ്ഞപ്പോഴേ തിരഞ്ഞെടുപ്പിന്റെ നല്ല പിള്ള ചമയലിനുള്ള നേരം നേതാക്കന്മാർക്കൊക്കെ ആയി എന്ന കാര്യം ഉറപ്പായിരുന്നു. അതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഇടങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് 5 സംസ്ഥാനങ്ങളാണ്. സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി അടുത്ത ദിവസങ്ങളിൽ സന്ദർശനം നടത്തുക. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലാണ് പ്രധാനമന്ത്രി ദീർഘമായ സന്ദർശനം നടത്തുക. മെയ് 29-ന് സിക്കിമിലാണ് ആദ്യ സന്ദർശനം. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി സിക്കിം സംസ്ഥാന ദിനപരിപാടിയിലേക്ക് പങ്കെടുക്കും. തുടർന്ന് അന്ന് ഉച്ചയ്ക്ക് ബംഗാളിലെ അലിപുർദുവർ എന്നിടത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കും. അന്ന് തന്നെ ബീഹാർ പട്നയിലെ എയർപോർട്ട് ഉദ്ഘാടനത്തിന് മോദി പങ്കെടുക്കും. തുടർന്ന് അടുത്ത ദിവസം ഭക്തിയാർപൂരിൽ ഭീമൻ റാലി ഉണ്ടാകും. ശേഷം പ്രധാനമന്ത്രി കാൺപൂരിലെത്തും. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശുഭം ദ്വിവേദിയുടെ കുടുംബത്തെ സന്ദർശിക്കാനാണ് കാൺപൂരിൽ എത്തുക. മെയ് 31-ന് ഭോപ്പാലിലാണ് മോദി ഉണ്ടാവുക. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു വമ്പൻ റാലിയുടെ ഉദ്ഘാടനത്തിനാണ് മോദി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. ദൗത്യത്തിനു ശേഷം നടന്ന എല്ലാ രാഷ്ട്രീയ റാലികളിലും മോദി ഓപ്പറേഷൻ സിന്ധൂറിനെ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന റാലിയിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മോദി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഭീകരവാദത്തെ അടിച്ചമർത്താൻ 1947-ലെ സർക്കാർ ശ്രമിച്ചില്ല എന്നും പട്ടേലിന്റെ ഉപദേശം അന്നത്തെ കോൺഗ്രസ് സർക്കാർ അവഗണിച്ചെന്നുമായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. വിഭജനത്തിന് ശേഷമുള്ള ആദ്യത്തെ രാത്രി തന്നെ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി എന്നും അന്ന് തൊട്ട് ഇന്ത്യയുടെ ഒരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കിയിരിക്കുകയാണെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. അന്നു തന്നെ ഭീകരതയെ സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. ഇപ്പോൾ ആ ഭീകരവാദത്തിന്റെ ഏറ്റവും മോശമായ രൂപമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ മോദി പാക് അധിനിവേശ കാശ്മീർ സൈന്യം പിടിച്ചെടുക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആഗ്രഹിച്ചെങ്കിലും അന്നത്തെ സർക്കാർ അത് അവഗണിച്ചെന്നും പറഞ്ഞു. നെഹ്റുവിന്റെ ചരമവാർഷിക ദിനത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ ഈ കടുത്ത വിവാദ പ്രസ്താവന. കോൺഗ്രസിനെതിരെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രകോപനപരമായ പരാമർശം നടത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. എന്തായാലും പഹൽഗാം ഉൾപ്പെടെ എല്ലാം ഇനി തിരഞ്ഞെടുപ്പ് പത്രികയിലെ ഓരോ പാർട്ടികളുടെയും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെയായി മാറുമെന്ന് ഉറപ്പാണ്. നമുക്കത് കാണേണ്ടിയും വരും.